സ്വർഗസ്ഥനായ പിതാവാം ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇന്നൊരു നല്ല ദിവസം, ശബാത്ത് ദിവസമാണ്. ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച ഒരു ദിവസം. ദൈവിക സ്വസ്ഥതയാണ്. ദൈവം അത് മനുഷ്യന് തന്നിരിക്കുന്നു. 6 ദിവസം അധ്വാനിച്ച് 7-ാം ദിവസം ദൈവിക സ്വസ്ഥത ഇതിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ശബാത്ത് സലാം. ഇന്ന് ദൈവത്തിൻ്റെ ദിവസമാണ്. ദൈവം പറഞ്ഞിരിക്കുന്ന, ദൈവം അരുളി ചെയ്തു തന്ന കൽപ്പന, 4-ാം കൽപ്പന ശബാത്ത്. ഈ ശബാത്തിനെ ഫോളോ ചെയ്യണം. ദൈവത്തിൻ്റെ ദിവസമാണ്. ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൽപ്പിച്ചു കൊടുത്ത കൽപ്പനയാണ്. ഈ ഇസ്രായേലിൻ്റെ ദൈവത്തെ അറിയുന്നവർ ഈ ദിവസത്തെ അനുസരിക്കുക തന്നെ വേണം. ഈ ദൈവിക സ്വസ്ഥതയിൽ പ്രവേശിക്കണം എന്നുള്ളത് തന്നെയാണ്. ഞായറാഴ്ച ദിവസം സ്വസ്ഥതയാണ്, അല്ലെങ്കിൽ അന്നാണ് ദൈവം തന്നിരിക്കുന്ന ദിവസം. അന്നാണ് ദൈവം ആരാധിക്കുവാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഞായറാഴ്ച ദിവസം പല രീതിയിലും പല ആൾക്കാരും പല പ്രവൃത്തികളും ചെയ്യുന്നുണ്ട്. ജോലികൾ ചെയ്യുന്നുണ്ട്, കല്യാണങ്ങൾ നടത്തുന്നുണ്ട്, ശവമടക്ക് നടത്തുന്നുണ്ട്. എല്ലാ ജോലിയിലും പ്രവേശിക്കുന്നു ഞായറാഴ്ച ദിവസം. അതേസമയം ദൈവം പറഞ്ഞിരിക്കുന്ന ദിവസം, ശനിയാഴ്ച ദിവസം സ്വസ്ഥത. ആ ദൈവിക സ്വസ്ഥതയിൽ ഇരിക്കുക എന്നുള്ളതാണ്. പുതിയ നിയമത്തിൽ ദൈവപുത്രൻ വന്ന് ശബാത്ത് നാളിൽ നല്ലത് ചെയ്യാം എന്ന് പഠിപ്പിച്ചു കൊടുത്തു. ദൈവം രോഗസൗഖ്യങ്ങളും മരിച്ചവരെ ഉയർപ്പിച്ചതും എല്ലാ പ്രവൃത്തികളും ചെയ്തത് ശബാത്ത് ദിവസമാണ്. അപ്പോൾ നല്ലത് ചെയ്യാമെന്ന് ദൈവം പഠിപ്പിച്ചു. അതുകാരണം ദൈവത്തിൻ്റെ സ്വസ്ഥതയായ ശബത്ത് മാറ്റി അതിനെയും പുതിയ നിയമത്തിൽ അതിൻ്റെ ആവശ്യമില്ല, ഇപ്പോഴത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ആ ശബാത്തിനെ എടുത്തു മാറ്റിയിരിക്കുന്നു ക്രിസ്ത്യാനികൾ. ഈ ദിവസത്തെ മാനിക്കണം, ഈ ദിവസത്തെ സ്നേഹിക്കണം, ഈ ദിവസം അനുഗ്രഹിച്ച ദിവസമാണ് എന്നുള്ള ചിന്ത പോലുമില്ലാതെ ബൈബിളിലുടനീളം പറഞ്ഞിരിക്കുന്ന ശബാത്തിനെ ശുദ്ധീകരിക്കുക, ശബാത്ത് ദിവസം ആ വിശുദ്ധ ദിവസത്തെ ശുദ്ധീകരിക്കുക എന്ന് തന്നെയാണ്. ഇതിനെ മാനിക്കണം, ഇതിനെ അനുസരിക്കണം എന്നാണ് യെശയ്യാ പ്രവചനമൊക്കെ പറയുന്നത്. യെശയ്യാ പ്രവചനം 58-ന്റെ 13-ാം വാക്യത്തിൽ, ഒരു ജോലിയും ചെയ്യാതെ വ്യർത്ഥ കാര്യങ്ങളിൽ അകപ്പെടാതെ അന്നത്തെ ദിവസം ദൈവം പറഞ്ഞിരിക്കുന്ന ആ ദിവസം അതനുസരിക്കുക തന്നെ വേണം എന്നാണ് യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ബൈബിളിൽ ആദ്യം മുതൽ അന്തം വരെ ഈ ശബാത്തിനെ ഫോളോ ചെയ്യണം. ശബാത്ത് ദിവസം ആണ് അതിനെ അനുസരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന, അതിനെ തള്ളിക്കളഞ്ഞ് കള്ളം പഠിപ്പിച്ച് മനുഷ്യനെയൊക്കെ വഴിതെറ്റിച്ച് കളയുന്ന
എല്ലാ ആൾക്കാരോടും ഞാൻ പറയുകയാണ്, ദൈവത്തെ അറിയുന്നെന്ന് പറയുകയും ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവർ കള്ളം പറയുകയാണ്. അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ അല്ല വിളിക്കുന്നത്, ഈ ലോകത്തെ പ്രഭുവിനെയാണ് വിളിക്കുന്നത്. ഇസ്രായേലിൻ്റെ ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ ലോകത്തെ പ്രഭുവിന്. അവൻ ഈ ശബാത്തിനെ മാറ്റി, ഈ സ്വസ്ഥതയെ മാറ്റി, ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന ഈ ദിവസത്തെ മാറ്റിക്കളയാൻ അവൻ തന്ത്രപൂർവം പ്രവർത്തിച്ചിരിക്കുന്നു. ഇത് മനസ്സിലാക്കി ബൈബിളുകൾ വായിച്ച് ദൈവത്തിൽ ആശ്രയിക്കുക, ഇസ്രായേലിൻ്റെ ദൈവത്തെ ആശ്രയം വെക്കുക, ഇസ്രായേലിൻ്റെ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുക. ദൈവത്തെ അറിയുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്നും മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. അപ്പോൾ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുവാൻ ശ്രമിക്കുക. പ്രൈസ് ദി ലോർഡ്.